ഇനി നമുക്ക് വീണ്ടും അവാർഡ് കൊടുക്കാൻ പോട്ടോ നമ്മള്. സന്തോഷായ? പിന്നെ സന്തോഷം. ഇത് സന്തോഷല്ലേ അരിയുണ്ടേ നാരങ്ങ മുട്ടായിക്കല്ലോ. ഇത് കഴിയുമ്പോ കിട്ടിയിരിക്കും ബിന്നിയാൻറ്റിക്ക്. ഞാനൊരു കാറ്റഗറി ബിന്നി ചേച്ചി വിചാരിക്കുന്നുണ്ട്. ആ കാറ്റഗറിയിലുള്ള നമ്മള് അത് അങ്ങനെ ഒരു സാധനം വന്നാ ഉറപ്പായിട്ടും ബിന്നി അത് ഇവര് ഒപ്പിയെടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും വീണ്ടും സർപ്രൈസ് ആണ് പുതിയൊരു അവാർഡ്. അപ്പൊ ഈ അവാർഡ് ഒരു സ്പെഷ്യൽ ജൂറി അവാർഡാണ്. നേരത്തെ നമ്മള് കണ്ട പോലത്തെ ഒരു അവാർഡ് കാണാം. ഓക്കെ, ഇതെന്തായാലും അടിപൊളിയാണ്. അടിപൊളി. ഇതെന്താണ് സംഭവം എന്നറിയോ? ഇല്ല, ഇനി ഇതറിയണ്ടേ? ഇവര് ബാക്കിയുണ്ട്. നമുക്ക് പറയാം. ഇവര് ആലപ്പുഴ ജിംഖാനയിലായി പോയി. അതെ, ഇതറിയത്തില്ലാത്തൊരു ഇപ്പൊ ജനിച്ച കൊച്ചിന് വരെ ഇതറിയാം. ഇത് സാറും നമ്മളും ഒക്കെ എല്ലാരും ആ ഒരു രീതിയിൽ എടുക്കുന്നത്. എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനൊരു മാമ്പഴം അവാർഡ് എനിക്ക് കിട്ടിയത്. ഗുഡ് ഗുഡ്, അടിപൊളി. ഇപ്പോഴാണ് ഈ അവാർഡ് നൈറ്റ് ഒരു ഗുമ്മ. അപ്പൊ എംജിങ്ങളും ബാ. ഈ അവാർഡ് നൽകാനായിട്ട് ബിന്നിയാൻറ്റി വെൽക്കം. ചേട്ടാ കൺഗ്രാചുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. ഈ വിഷു ദിനമായിട്ട് വിഷു കെണി എന്ന പ്രോഗ്രാമില് എനിക്ക് മാമ്പഴം അവാർഡ് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. മാമ്പഴം കവിത എഴുതിയോ? കവിതയൊന്നും അല്ലത്. അല്ല, ചേട്ടന് ഇതിന് ശേഷം ഈ കളറുള്ള ഷർട്ടേ ഇടുള്ളൂ. ഇത് മാത്രമേ കഴിക്കൂ. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പും മാങ്ങ കഴിക്കും. ഇത് ചെറിയൊരു കാര്യമാണ്. എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു വലിയൊരു മരമുണ്ട്. ഭയങ്കര വലിയ മാവാണ്. അപ്പൊ ഈ സീസൺ ആകുമ്പോഴത്തേക്ക് ഈ നല്ല പഴുത്ത ഇതിനെക്കാട്ടി കളറിൽ മാങ്ങ വരുമ്പോഴത്തേക്ക് മയില്, അണ്ണാന്, കിളികളെല്ലാം വരും, കുരങ്ങനും വരും. അപ്പൊ അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നപ്പോഴത്തേക്ക് അവിടെ മാങ്ങ വീണ് അണ്ണാൻ ഇങ്ങനെ കടിച്ചൊക്കെ ഇട്ടപ്പോൾ അവിടെ വന്ന നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സഹോദരി അതൊക്കെ തൂത്തെടുത്ത് ഒരു പേപ്പറിനകത്ത് വെള്ളത്തിലോട്ടിട്ടു. അപ്പം അവിടെ ഈ ടൂറിസ്റ്റ് ബോട്ടുണ്ട്. അപ്പൊ അതിൽ പോയ ഒരു സഹോദരൻ എൻ്റെ വീടാണെന്ന് കണ്ട് വീഡിയോ എടുക്കായിരുന്നു. അപ്പോഴാണ് ഇത് ഇങ്ങനെ ഇടുന്ന കണ്ട് അത് ഗവൺമെന്റിൽ അറിയിക്കുകയും അവിടുന്ന് നേരെ പഞ്ചായത്തിൽ വിളിക്കുകയും അവിടുന്ന് തന്നെ കയ്യോടെ പോക്കുകയും നേരെ വീട്ടിൽ 8 മണിയായപ്പോൾ രാത്രിയിൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ദേ ഭാരതിൽ എത്തിയപ്പോൾ 8 മണിയായപ്പോഴത്തേക്ക് 25,000 രൂപ ഫൈനായിട്ട് വന്ന് പിറ്റേ ദിവസം അന്തസ്സായിട്ട് ഞാൻ പോയി അടച്ചു. കാരണം വേറൊന്നുമല്ല, ആരിട്ടാലും ആ വീട് എൻ്റെ ആയതുകൊണ്ട് ദാറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ഞാൻ ഒരു മാതൃകാപരമായിട്ട് ഞാൻ അത് അടച്ചതാണ്. ഇത് അതായിരുന്നു അതുകൊണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും പോയില്ല. ഒരു കാര്യം ഇതിനോടൊപ്പം ഞാൻ ചേർക്കുന്നു. ഞാൻ സത്യസന്ധമായിട്ട് ചെയ്ത കാര്യത്തിന് ഒരു ഉപഹാരമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് എന്നെ മാലിന്യ വിമുക്ത കേരളത്തിൻ്റെ അംബാസിഡറാക്കി മാറ്റി. അതിലൊരുപാട് സന്തോഷമുണ്ട്. കൊച്ചിയിൽ തള്ളുന്ന മാലിന്യങ്ങൾ, നമ്മൾ കാണുന്ന മാലിന്യങ്ങൾ മാങ്ങയല്ല, മാലിന്യങ്ങൾ ഒരുപാടാണ്. കൂമ്പാരക്കണക്കിനാണ് റോഡ് സൈഡിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് ചേർന്ന് നമ്മളെല്ലാവരും ചേർന്ന് തന്നെ മാലിന്യ വിമുക്ത കേരളമാക്കി മാറ്റണം. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതിന് ഞാൻ അനുകൂലിക്കുന്നു, യോജിക്കുന്നു. ഞാൻ ഒരു പാട്ട് രാജീവ് ആലിങ്കൽ എഴുതി ഞാൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഈ മാലിന്യ വിമുക്ത കേരളത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ ദിസ് മാമ്പഴം അവാർഡ്. അടിപൊളി. റിമി, ബിന്നി എന്താ പറഞ്ഞ ഇതിൽ ശകലം എനിക്ക് തരണം. ഒരു 5 ഇല കടിക്കൂ. അയ്യോ, മാവില നല്ലതാ പല്ല് തേക്കാനും. കരടോ വണ്ട വന്നിരുന്നതാണോന്ന് അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ സ്പോട്ട് കഴുകിയിട്ട് കഴിക്കാം. അതെ, കഴിക്കാം. അപ്പൊ ഇതും ആ വാട്ടർ ഫ്രണ്ടേജിന്റെ സൈഡിൽ ഇനി വെക്കുന്നതായിരിക്കും. ഇതിൽ നിന്നും മാങ്ങ പൊഴിയുമ്പോൾ ഒരിക്കലും. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പാടുന്ന പാട്ട് എന്നറിയോ? കിളി ചുണ്ടൻ മാമ്പഴമേ, കിളി കൊത്തിയ മാമ്പഴമേ, എന്നെ ചതിക്കരുത്.
കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.